കഴിയുന്നില്ല മുആവിയ, കഴിയുന്നില്ല. ഞാനാ പഴയ ഖബറിന്റെ ഭാഗത്തിലൂടെ കിടങ്ങു മറിച്ചപ്പോൾ ഖബറിന്റെ അകത്ത് ഒരു പ്രിയപ്പെട്ട സഹാബി മൂടിപ്പൊതച്ച് കിടക്കുകയാ. ഇപ്പൊ അടക്കിയതുപോലെ, ഇപ്പൊ കൊണ്ടുവച്ചതുപോലെ 50 വർഷത്തോളം പഴക്കമുള്ള ഖബറിന്റെ അകത്ത് മനോഹരമായ തുണി കൊണ്ട് പൂ പോലെ മൃദുലമായി കിടക്കുന്ന ശരീരം കണ്ടു. അതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് കിടങ്ങ് വേണ്ട. മസ്ജിദ് നബവിയിൽ ഇന്ന് പോയി തുറന്നു നോക്കിയാലും ഇത് തന്നെയാ കാണാൻ കഴിയുന്നത്. എന്തെന്നറിയോ, അവര് സ്വർഗത്തിന്റെ രാജകുമാരന്റെ ആൾക്കാരാ. അവർ അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ജീവിതം സമർപ്പിച്ചവരാ. അതുകൊണ്ട് തന്നെ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അൻനിസ്ബു യാ റസൂലല്ലാഹ്, എന്റെ ജീവിതത്തിന്റെ നേർപകുതി നബിയെ അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചെല്ലാം റസൂല്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫൈൻ സിത്താ ഖൈറുൽ ലകാ, ഇനി അധികരിപ്പിച്ചാൽ നിനക്ക് ഖൈറാണ്. ഇന്ന് 10 സ്വലാത്ത് എല്ലാം തീരുമാനിക്കുന്നു, നാളെ 100 ആക്കുന്നു. ആ പ്രിയപ്പെട്ട മകൻ ഉറങ്ങി 10 എണ്ണം ചൊല്ലി എന്ന് പറഞ്ഞു. നാളെ മുതൽ അവൻ 15 ആക്കുന്നു, അത് കഴിഞ്ഞവൻ 20 ആക്കുന്നു, അത് കഴിഞ്ഞവൻ 50 ആക്കുന്നു. അങ്ങനെ ക്രമേണ അൽഹംദുലില്ലാഹ് വളർത്തിക്കൊണ്ടുവരണം. എല്ലാവരും തീരുമാനിക്കണം, നിത്യമായി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു പുണ്യകർമ്മമായി മാറ്റണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇനി അധികരിപ്പിച്ച ഇനി നിനക്ക് പ്രതിഫലം കിട്ടും. ആ സമയത്ത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവസാനം പറഞ്ഞു, അജ്വലുക സലാത്തി കുല്ലഹാ, നബിയേ എന്റെ ജീവിതം മുഴുവനും, എന്റെ സമയം മുഴുവനും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാ എന്ന് പറഞ്ഞുകൊണ്ട് പുഞ്ചിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, ഇദം തക്ഫീ ഹമ്മക വയഗ്ഫിറു വതഗ്ഫിറു ദംബക. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പയ്യേ, എന്നാൽ നിന്റെ ദുഃഖം അല്ലാഹു മാറ്റി തരുന്നതാ, നിന്റെ പാപം അല്ലാഹു പുറത്തു തരുന്നതാ. ദുഃഖമില്ലാത്തവരാരാ, സങ്കടമില്ലാത്തവരാരാ, പ്രയാസമില്ലാത്തവരാരാ? ദുഃഖം മാറാൻ പാട്ട് കേട്ടാ പറ്റൂല, ദുഃഖം മാറാൻ കള്ളു കുടിച്ചാ പറ്റൂല, ദുഃഖം മാറാൻ സിനിമ കണ്ടാ പറ്റൂല. ദുഃഖം മാറാനുള്ള ഏറ്റവും വലിയ മരുന്ന് കാക്കടവിലുള്ള ഉമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ആ മരുന്നാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടല്ലേ മസ്ജിദും നബവിയുടെ മുമ്പ് ചെന്ന് നിൽക്കുന്നവര് എല്ലാ ബന്ധങ്ങളും മറന്നു പോകുന്നതാണ്.